നമുക്ക് മറ്റൊരു ഗസ്റ്റും കൂടെ നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറയത്തില്ല, അത് ഈവി തന്നെ പറയണം. ആരാ അത്? ശ്രീദേവി. ശ്രീദേവി ആരാ? ശ്രീദേവി ആരാന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റൊരു കണ്ണൂരുകാരിയായ കുട്ടി. അടുത്ത സ്വദേശം എന്ന് പറഞ്ഞാൽ ജ്യോതിക കണ്ണൂരാണ്. ശ്രീദേവി കല്യാശ്ശേരി. കല്യാശ്ശേരി ഏതാ സ്കൂള്? കല്യാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ നാടാണ് കല്യാശ്ശേരി അല്ലേ? ശ്രീദേവി ആരെ? നായനായിരുന്നു നമ്മുടെ നാട്ടുകാരാണ്. പിന്നെ എറണാകുളത്തൊക്കെ ഉണ്ട്. പിന്നെ അപ്പോ മോഹിനിയാട്ട മത്സരത്തിന് പിന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനം? അല്ല കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട് മോഹിനിയാട്ടത്തിന്. നല്ല പെർഫോമൻസ് കഴിഞ്ഞ തവണ നടത്താൻ പറ്റിയോ? എ ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഈ ഒന്നാമത്തെ ദിവസം തന്നെ ഉണ്ടോ? ഇന്ന് 11:30 ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അപ്പൊ ശ്രീദേവി മോളെല്ലാം സെറ്റ് അല്ലേ? സെറ്റ്. ആരൊക്കെയാ വന്നിരിക്കുന്ന വീട്ടിൽ നിന്ന്? അച്ഛൻ, അമ്മ, എല്ലാരും ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ട്രിപ്പ് പോലെ നിങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി 5 ദിവസവും പെർഫോമൻസ് ഒക്കെ ഉണ്ടോ, അതോ ഇന്ന് മാത്രമേ ഉള്ളൂ? ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് തിരികെ വീണ്ടും കല്യാശ്ശേരിയിലേക്ക് പോകും. ശ്രീദേവിയെ കണ്ടാൽ മോഹിനിയാട്ടം മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ? മോഹിനി എന്ത് രസമല്ലേ? അല്ല, തോന്നുന്നുണ്ടോ? പിന്നെ കണ്ടപ്പോ തന്നെ ഞാൻ പിടിച്ചില്ലേ മോഹിനിയാട്ടം. ആളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ മോളെ ഇപ്പോ പെർഫോമൻസ് ഒക്കെ എല്ലാം സെറ്റ് ആയിട്ടിരിക്കല്ലേ? പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സമയമൊക്കെ ഒരുപാട് വേണ്ടി വരും അല്ലേ? ഇപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നല്ല വൈബുണ്ട് ഇടാ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊല്ലം അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ്. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് അടിച്ച് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, പാട്ട് പാടുമോ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വരി. ഓക്കെ, ഒരു വരി. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. എന്റെ അമ്മ ഇത്രയും സാധനം ഉണ്ടായിട്ടാണ്. അടിപൊളി മോളെ, സൂപ്പർ വരുന്നു. നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയെ അങ്ങ് ഒരു പറ്റി സാന്ദ്രം കൂടെ ആക്കി, കളർഫുൾ ആക്കി. അപ്പൊ ഒരുപാട് താങ്ക് യു. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.